ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ SS രാജമൗലി എടുക്കുന്ന 29ാമത്തെ പാട്ടാണ്. അതിൻ്റെ ഡയറക്ടർ SS രാജമൗലി, ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റോറി വിജയേന്ദ്ര പ്രസാദാണ്. സിനിമാറ്റോഗ്രാഫി PS വിനോദ് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ചെറിയൊരു എഴുത്ത് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് DOP കൈകാര്യം ചെയ്യുന്ന മിറോസ്ലോ കൂബ ബ്രോസക് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ജയരവിയും പ്രിയങ്ക മോഹനും കൂടിയിട്ട് അഭിനയിക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ തലേ വെട്ടിയാൻ പാളയം എന്ന് പറഞ്ഞിട്ടുള്ള പടം അല്ലെങ്കിൽ സീരീസ്, അത് ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 20 വരും എന്നുള്ള അറിഞ്ഞു. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞിട്ടുള്ള അന്നാബിനും സൂര്യ അഭിനയിച്ച പടം സിംപ്ലി സൗത്തിലൂടെ സെപ്റ്റംബർ 20 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒഫീഷ്യലല്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ദുൽഖറിൻ്റെ അത്ത വരാൻ പോണ പടമാണ് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അഭിനയിക്കുന്നത് ഭാഗ്യശ്രീ ബോൾസെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നായികയായിട്ട്. അപ്പോൾ ആളുടെ ഒരു പടപ്പടത്ത് ഞാൻ കണ്ടിരുന്നു, മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഊള പടം. അത് ഏതോ ഹിന്ദിയിലത്തെ റെയ്ഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്കായിട്ട് വന്നാണ്. അത് നായികയുടെ കുഴപ്പമില്ല, എന്തായാലും പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10ൽ 4 എന്നുള്ള ലെവലിലൊക്കെ ഞാൻ കൊടുക്കുള്ളൂ. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടത്തിൽ ദിലീപ് ജോയിൻ ചെയ്യുക സെപ്റ്റംബർ 17 എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്തോ കേട്ടിരുന്നു, പക്ഷെ അന്നും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പടം ടോവിനോ തോമസും തൃശ്ശും കൂടിയിട്ട് അഭിനയിച്ചുള്ള പടമാണ് മലയാളത്തിൽ നിന്ന്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് 16 വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ലുക്ക്? ഒരു പേപ്പർ പോലത്തെ ഡിസൈനൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിക്കി വിദ്യാക്ക വോ വാല വീഡിയോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാർത്തികേയൻ്റെ ഇറങ്ങാൻ പോണ പടം ഒക്ടോബർ 31 പടം ഇറങ്ങുന്നത്, ദിവാലിക്ക്. അപ്പോൾ ആ പടത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞതെല്ലാം അറിയിച്ചു. പിന്നെ ബ്ലഡി ബഗർ എന്ന് പറഞ്ഞിട്ടുള്ള നെൽസൺ പ്രസൻറ്റ് ചെയ്യുന്ന പടം, ആ പടത്തിലത്തെ ഞാൻ യാരെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 2 മില്യൺ+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പടം ദിവാലിക്കാണ് റിലീസാവുന്നതാണ് മുന്നേ തന്നെ അറിയിച്ചതാണ്. പിന്നെ ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള വേദികയുടെ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ D150 ദിലീപിൻ്റെ 150ാമത്തെ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൂബർ പന്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 3D പോസ്റ്റർ കിട്ടി. പിന്നെ മാ നാന സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ പടത്തിലത്തെ നാന സോങ് സെപ്റ്റംബർ 19 റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ സീബ്ര എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു മോശം പോസ്റ്ററുമായിട്ടൊരു ഇതിലാണ് ഇറക്കിയിട്ടുള്ളൂ. സത്യദേവ്, ദാലി ധനഞ്ജയ, പിന്നെ സത്യരാജ്, പ്രിയ ഭവാനി ശങ്കർ, സുനിൽ, ജെന്നിഫർ പിക്കിന്നാറ്റോ, പിന്നെ സത്യ അക്കല, സുരേഷ് മേനോൻ, ഇവരൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് മെയിനായിട്ട്. ഇതൊരു പോസ്റ്റർ ഇതാണ്. പിന്നെ ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കരീന കപൂർ അഭിനയിച്ച പടം, അത് 4 ദിവസം കൊണ്ട് 7.81 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ തുമ്പാട് എന്ന് പറഞ്ഞ റീ റിലീസിന് എത്തിയിരുന്നു. അതിലൂടെ 9.03 കോടിയാണ് 4 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ OG എന്ന് പറഞ്ഞ പടത്തിൻ്റെ UK ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമൂന്തനും മഹിമ നമ്പ്യാർ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് തിങ്ക് മ്യൂസിക്കാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ആദ്യ രവിചന്ദ്രൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്നിക അഭിനയിക്കുന്ന പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. തൈത്താക്ക കല്യാണം എന്നാണ് പാട്ടിൻ്റെ പേര്. നാളെ 6 മണിക്കാണ് പാട്ട് പുറത്തിറങ്ങിയത്. പിന്നെ കൊണ്ടൽ എന്നുള്ള പടത്തിലൂടെ ആക്ഷൻ ഹീറോ എന്നുള്ള ടാഗ് ഇട്ടിരിക്കുകയാണ് ആൻ്റണി വർഗീസ് പെപ്പയ്ക്ക്. എന്തായാലും ഈ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം അതേമാതിരി ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിനും വലിയ കളക്ഷൻസൊന്നും അങ്ങനെ കിട്ടുന്നില്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന പടമാണ് ഇപ്പോൾ ഇത് കിഷ്കിന്ത കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓണത്തിന് ഇറങ്ങിയത്. 5 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 6.94 കോടിയാണ് നേടിയിട്ടുള്ളത്. ഫസ്റ്റ് ദിവസം 47 ലക്ഷമുള്ളത്, സെക്കൻഡ് ഡേയിൽ 65ആയി, തേർഡ് ഡേയിൽ 1.40 ആയി, 4ാമത്തെ ദിവസം 1.85 കോടിയായി, 5ാമത്തെ ദിവസം 2.57 കോടിയായി. പക്ഷെ പടത്തിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ARMനാണ്. അജയൻ്റെ 2ാം വർഷം എന്ന് പറഞ്ഞ പടത്തിന് കേരളത്തിൽ നിന്ന് ഏകദേശം 15 കോടിയുടെ അടുത്തായിട്ട് നേടിയിട്ടുണ്ട് 5 ദിവസം കൊണ്ട്. പിന്നെ 5 ദിവസം കൊണ്ട് 40 കോടിയിലും കൂടുതലാണ് നേടിയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ 50 കോടിയായി എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിന് UBARIA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ റൺ ടൈം 2 മണിക്കൂർ 57 മിനിറ്റും 58 സെക്കൻഡാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടം നവംബർ 14 റിലീസാവുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലുള്ള ഷൂട്ടിംഗ് നടന്നിരുന്നു. അത് റാപ്പായിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് 75% ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആ പടത്തിൻ്റെ. പിന്നെ വേട്ടയാന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ വീഡിയോസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദുഷര വിജയൻ്റെയാണ് ഫസ്റ്റ് വന്ന വീഡിയോ. അപ്പോൾ ആ പടത്തിൽ ആളുടെ പേര് ശരണ്യ എന്നുള്ളതെന്ന് അറിയിച്ചു. രണ്ടാമത്തെ വന്നത് ഋതിക സിംഗിൻ്റെ ആണ്. ആളുടെ ആ പടത്തിലത്തെ പേര് രൂപ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ട്. അതിലത്തെ ആളുടെ പേര് താര എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കളക്ഷൻ 100 കോടിയായി എന്നുള്ള അറിയിച്ചുകൊണ്ടൊരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കളക്ഷൻ തന്നെയാണ്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി വിജയ പടത്തിൻ്റെ 258 കോടി നേടിയതിൻ്റെ പോസ്റ്ററൊക്കെ വന്നിരുന്നു. 300 കോടി നേടിയെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 400 കോടി കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. തമിഴ്നാട്ടിൽ മാത്രം 190 കോടിയിലും മുകളിലായിട്ടുണ്ട്. മിക്കവാറും തമിഴ്നാട്ടിൽ 200 കോടി അടിച്ചിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ പടത്തിലത്തെ ജീവൻ്റെ ഒറിജിനൽ ലുക്ക് ഇതാണെന്നുള്ളത് ഇപ്പോൾ വെങ്കട് പ്രഭു ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഈ ലുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പടത്തിൽ വന്നാൽ നല്ല ലുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ലുക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്നും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പടത്തിലത്തെ വിസിൽ പോഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ വീഡിയോ സോങ് പുറത്തിറങ്ങി. ഈ പാട്ടിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിക്കൽ വെർഷനാണ് പുറത്തിറക്കിയിട്ടുള്ളത്.
ഫസ്റ്റ് നമുക്ക് ഇറക്കിയിട്ട വെർഷൻ അല്ല അത്, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കുക. പിന്നെ തലപതി വിജയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്ന പടമാണ് തലപതി 69. എൻ്റെ അനൗൺസ്മെൻറ്റ് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പടത്തിൽ തലപതി വിജയ് വാങ്ങിക്കുന്ന സാലറി 275 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പ്ലസ് GST വേറെ ഉണ്ടാവും. എന്തായാലും പടത്തിൻ്റെ പോസ്റ്റർ വന്ന് എച്ച് വിനോദ് തന്നെയാണ് പടം എടുക്കുന്നത്, അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക്. പിന്നെ എച്ച് വിനോദ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഒരു പൊളിറ്റിക്കൽ പടം ഒന്നും ആയിരിക്കില്ല, കൊമേഴ്ഷ്യൽ പടം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൊടുത്തിട്ടുള്ളത് ദ ടോർച്ച് ബിയറർ ഓഫ് ഡെമോക്രസി എന്നാണ്. ഈ ഡെമോക്രസി എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊളിറ്റിക്സ്, അതേമാതിരി തീപ്പന്തം പിടിച്ചിട്ടുള്ള രീതിയിലാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഞാൻ വീഡിയോയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഈ പടത്തിൽ തലപതി പോലീസായിട്ട് എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓൾറെഡി നമ്മളൊരു സോഷ്യൽ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.